പ്രത്യേകിച്ച് ഈ അഡ്വർടൈസിങ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഇൻഡസ്ട്രിയാണ്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് നിങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നതാണ് അവരുടെ ജോലി. അത് അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ട ഒരു ദൈവവചനം റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളാണ് കുറിവാക്യമായിട്ട് വായിച്ചത്. റോമൻസ് 12:1-2. എല്ലാവർക്കും കാണാപ്പാടം അറിയാം. ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന എന്തെന്നാൽ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. 2 കാര്യമാണ് നമ്മൾ കണ്ടത്. ഒന്ന്, ശരീരത്തെ യാഗമായി സമർപ്പിക്കണം. നമ്മുടെ ശരീരത്തെ യാഗമായി സമർപ്പിക്കണം. 2, മനസ്സ് പുതുക്കണം. ഒന്ന് ശരീരം, ഒന്ന് മനസ്സ്. മനുഷ്യൻ 3 പാർട്ടാന്ന് പറയും: ദേഹം, ദേഹി, ആത്മാവ്. അതിൽ മനസ്സും വികാരങ്ങളും വില്ലും ഇച്ഛയും എല്ലാം കൂടെ ചേർന്ന് ദേഹി നമ്മൾ പറയും. അതിലാണ് ഈ മനസ്സ് ഉൾപ്പെടുന്നത്. അപ്പം മനസ്സ് പുതുക്കണം. 2, ശരീരത്തെ യാഗമായി സമർപ്പിക്കണം. അതാണ് മോസ്റ്റ് റീസണബിൾ സർവീസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പം ഇത് നമ്മൾ ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പം നമ്മുടെ ശരീരത്തെ യാഗമായി അർപ്പിക്കുവാൻ അപ്പോസ്തലനിലൂടെ നമ്മോട് പറയുക. അങ്ങനെയാണ് ഞാൻ ചോദിച്ചോട്ടെ, ശരീരത്തെ നമ്മൾ യാഗമായിട്ട് അർപ്പിക്കാറുണ്ടോ? നമ്മൾ ഈ യാഗമായിട്ടും ആരാധനയായിട്ടൊക്കെ കുറേ പാട്ടൊക്കെ പാടിക്കൊടുക്കും. നമുക്ക് ഒരു ചിന്തയുണ്ട്, നമ്മുടെ ദൈവം വെറൊരു ആരാധന കൊതിയന്. കുറേ അങ്ങ് ആരാധിച്ചു കൊടുത്താൽ അദ്ദേഹത്തിന് അങ്ങ് വലിയ സന്തോഷവും. ആരാധന അങ്ങോട്ട് സ്വീകരിച്ചിട്ട് പ്രസാദിച്ച് നമ്മളെ അങ്ങ് അനുഗ്രഹിക്കും എന്നാണ് നമുക്കൊരു ചിന്ത എവിടെന്നോ കിട്ടിയിരിക്കുന്നത്. അല്ല, ദൈവം ആഗ്രഹിക്കുന്ന ആരാധന എന്ന് പറഞ്ഞാൽ കുറേ പാട്ടല്ല, പാട്ട് കുർബാനയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് എന്നെ തന്നെ യാഗമായി അർപ്പിക്കാനാണ് ദൈവം എന്നെ ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ എന്നെ തന്നെ യാഗമായി അർപ്പിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഏതൊക്കെ ശരീരഭാഗങ്ങൾ നമ്മൾ ഒന്നൊന്നായിട്ടൊന്ന് നോക്കാൻ തുടങ്ങി. അതിൽ ആദ്യം നമ്മുടെ കാർഡിയോളജിയിൽ നിന്ന് തുടങ്ങി. ഏതായിരുന്നു? ഹൃദയം. ഹൃദയമാണല്ലോ ഏറ്റവും പ്രധാനം. നമുക്ക് എന്തൊക്കെ അസുഖം വന്നാലും ഈ പറഞ്ഞാലും ഹൃദയത്തിൽ തൊടുമ്പോൾ നമ്മൾ പെട്ടെന്ന് സീരിയസ് ആവും, നമ്മൾ പെട്ടെന്ന് പോയിരിക്കും അല്ലേ? അപ്പോൾ കാർഡിയോളജി ഈ ഒരു ഓർഗൻ, ഹാർട്ട് എന്നൊരു ഓർഗൻ അല്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു, നമ്മൾ അർപ്പിക്കേണ്ടത്, യാഗപീഠത്തിൽ വെക്കേണ്ടത് കം വിത്ത് എ ബ്രോക്കൺ ഹാർട്ട്. എന്താണ്? ഒരു തകർന്ന ഹൃദയം. തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കില്ല. ഹൗ ബ്രോക്കൺ ആർ യു? ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, ബ്രോക്കൺനെസ് ഈസ് ബ്ലെസഡ്നെസ് അല്ലേ? ബ്രോക്കൺനെസ് ഈസ് ബ്ലെസഡ്നെസ്. ഇന്ന് അതാരും പറയുന്നില്ല. ബ്രോക്കൺ എന്നൊക്കെ പറയുമ്പം, ബ്രോക്കൺ ഹാർട്ട് എന്നൊക്കെ പറയുമ്പം അതൊരു വീക്ക്നെസ് ആയിട്ടും ഒരു ഫെയിലിയർ ആയിട്ടും ഒക്കെയാണ്, ഡിഫക്റ്റ് ആയിട്ടൊക്കെയാണ് ലോകം പറയുന്നത്. പക്ഷേ വചനപ്രകാരം ഹൗ മച്ച് ബ്രോക്കൺ ആർ യു? ദൈവസന്നിധി വരുമ്പോൾ എത്രയും തകർന്നവനായി വരുന്നോ അത്രത്തോളം നമ്മൾ അനുഗ്രഹിക്കപ്പെടും, അത്രത്തോളം നമുക്ക് ബലം ലഭിക്കും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ എപ്പോഴും ഒരു തകർന്ന ഹൃദയത്തോടെ വേണം. അപ്പോൾ എൻ്റെ തകർന്ന ഹൃദയത്തെ ആ യാഗപീഠത്തിൽ നമ്മൾ അർപ്പിക്കണം. ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. 2, മനസ്സിലേക്ക് വരാം അല്ലേ? റിന്യൂഡ് മൈൻഡ്. എൻ്റെ മനസ്സും ഈ പറഞ്ഞ പോലെ ആ യാഗപീഠത്തിൽ വയ്ക്കണം. പക്ഷെ മനസ്സ് വയ്ക്കുമ്പോൾ എങ്ങനെ വയ്ക്കണം? എൻ്റെ ഈ വഷളായ മനസ്സുകൊണ്ട് വെച്ചിട്ട് കാര്യമില്ല അല്ലേ? എ കം വിത്ത് റിന്യൂഡ് മൈൻഡ്. റിന്യൂഡ് മൈൻഡ് എന്ന് പറഞ്ഞാൽ മനസ്സ് പുതുക്കുക എന്നാണ്. ഈ മനസ്സ് പുതുക്കുക എന്ന് കേൾക്കുമ്പം അതൊരു ഭയങ്കര ഒരു സ്പിരിച്വൽ ഒരു വേർഡായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഞാനതിൻ്റെ സിമ്പിൾ ഇംഗ്ലീഷ് പറഞ്ഞു തരാറുണ്ട് എപ്പോഴും. എന്താണ്? തിങ്ക് ഡിഫറെൻ്റ്ലി. അത്രയേ ഉള്ളൂ. റിന്യൂയിങ് യുവർ മൈൻഡ് എന്നുള്ളതിൻ്റെ സിമ്പിൾ മീനിങ് തിങ്ക് ഡിഫറെൻ്റ്ലി. വ്യത്യസ്തമായിട്ട് ചിന്തിക്കുക. നമ്മളൊരു കർത്താവിലൊരുവനായാൽ അവനൊരു പുതിയ സൃഷ്ടിയായതുകൊണ്ട് അവൻ്റെ ചിന്തയും വ്യത്യസ്തമായിരിക്കണം അല്ലേ? പഴയ മനുഷ്യൻ അല്ലെങ്കിൽ ഈ ലോകം നമ്മളെ അങ്ങനെ ചിന്തിപ്പിക്കത്തില്ല. നേരത്തെ നമ്മൾ കേട്ടു, സിസ്റ്റർ ആൻ മേരിയുടെ സാക്ഷ്യം നമ്മൾ കേട്ടു. നമുക്ക് ക്ഷമിക്കാൻ കഴിയത്തില്ല എന്ന് നമ്മൾ തന്നെ പറയുന്നുണ്ട്. ശരിയാ, കാര്യം നമ്മുടെ പഴയ മനുഷ്യനെ ക്ഷമിക്കാൻ പറ്റത്തില്ല. ഈ ലോകം അങ്ങനെ ക്ഷമിക്കാൻ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. അപ്പം അവിടെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കണം. എൻ്റെ യേശുവിനെ പോലെ എനിക്ക് പെരുമാറണമെങ്കിൽ ഞാൻ ക്ഷമിച്ചേ പറ്റൂ അല്ലേ? അപ്പം വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം അങ്ങനെ വ്യത്യസ്തമായ
ഒരു ചിന്തയോടുകൂടെ വേണം, അല്ലെങ്കിൽ ആ വ്യത്യസ്തമായ ഒരു ചിന്തിച്ച മനസ്സ് വേണം ആ യാഗപീഠത്തിൽ കൊണ്ടുവയ്ക്കുവാൻ. ഇവിടെ ഒരു കാര്യം ഓർക്കണം. അവിടെ 1-ാം അധ്യായം റോമർ 12 അവിടെ 1ഉം 2ഉം അവിടെ എഴുതിയിരിക്കുന്നത്, അവിടെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, ട്രാൻസ്ഫോർമേഷൻ ബൈ റിന്യൂയിങ് ഓഫ് യുവർ മൈൻഡ്. പൗലോസ് പറയുന്നത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അപ്പം രൂപാന്തരം നമുക്കൊക്കെ വലിയ ഇഷ്ടമാണ്, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കൊരു രൂപാന്തരം. അല്ലെ, കഴിഞ്ഞ ജനുവരി 1-ാം തീയതി എന്താ നമ്മൾ പ്രാർത്ഥിച്ചൊക്കെ നമ്മൾ സമർപ്പിച്ചത്? കർത്താവ് അനുവദിച്ച ഈ 2024 ഞാനന്ന് നന്നാവും. എന്താണ് ഈ നന്നാവുക എന്നുള്ള ഉദ്ദേശിച്ചത്? എനിക്കൊരു മാറ്റം ആവശ്യമുണ്ട്, ഒരു ട്രാൻസ്ഫോർമേഷൻ. പ്രാർത്ഥിക്കണേ, എനിക്കൊരു നല്ല ഇവിടെ എനിക്കൊരു നല്ല ട്രാൻസ്ഫോർമേഷൻ. അല്ലേ, ഈ ട്രാൻസ്ഫോർമേഷൻ കൊള്ളാം. പക്ഷേ പൗലോസോടെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ വേറൊരു പദം അവിടെ കിടപ്പുണ്ട്. എന്താണെന്നറിയാമോ? ഈ ലോകത്തിന് അനുരൂപമാകാതെ, അവിടെ ഒരു വാക്ക് ഇംഗ്ലീഷിൽ കൺഫർമേഷൻ, ഡു നോട്ട് ബി കൺഫേംഡ്. അപ്പം ട്രാൻസ്ഫോർമേഷൻ നടക്കണമെങ്കിൽ കൺഫർമേഷനിലൊരു കാര്യമുണ്ട്. എന്താണ്? ഡു നോട്ട് ബി കൺഫേംഡ് എന്നല്ല, ബി കൺഫേംഡ് എന്നല്ല, ഡു നോട്ട് ബി കൺഫേംഡ്. അപ്പം അവിടെ ഒരു കാര്യം, ഈ ലോകത്തിന് അനുരൂപമായിട്ട് ഞാൻ ജീവിച്ചാൽ എനിക്ക് രൂപാന്തരപ്പെടാൻ കഴിയത്തില്ല. ഇന്നത്തെ നമ്മുടെ പ്രശ്നം, സൺഡേ സ്കൂൾ കുട്ടിയോട് ടീച്ചർ ചോദിച്ചു, ധനവാന്റെയും ലാസറിൻ്റെയും കഥ പഠിപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ മക്കളെ ഇതിലാരെ പോലെ ആകാനാ ഇഷ്ടം? എന്നാൽ നമുക്കൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്കെല്ലാം ലാസറിനെ പോലെ ആവണം. ഒരു മിടുക്കനുണ്ടായിരുന്നു, അവൻ പറഞ്ഞു, എനിക്ക് ഈ ലോകത്ത് ധനവാനെ പോലെയും സ്വർഗത്തിൽ ലാസറിനെ പോലെയും. അതുപോലെ ഈ ലോകത്തിൽ സകലത്തിനോട് എനിക്ക് അനുരൂപമാകണം. എന്നിട്ട് എനിക്ക് എന്ത് ചെയ്യണം? സ്വർഗത്തിൽ രൂപാന്തരപ്പെട്ടങ്ങ് പോകണം. രൂപാന്തരം അവിടെ ചെന്നിട്ടല്ല, ഇവിടെ. മലയാളത്തിലൊക്കെ നല്ല പഴഞ്ചൊല്ലുണ്ട്. ഞാൻ ഈ വല്ലയിടത്തൊക്കെ മറ്റു ഭാഷയിലൊക്കെ ചെല്ലുമ്പോഴാണ് മലയാളത്തിൽ പഴഞ്ചൊല്ലുള്ളതുപോലെ ഒരു ഭാഷയിലുണ്ടെന്ന് തോന്നുന്നില്ല. അത് നല്ല ഒന്നാം തരം കക്ഷത്തിലിരിക്കുന്നത് പോകാനും പാടില്ല, പക്ഷേ ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം. എനിക്ക് ഈ ലോകത്തോട് വളരെ അനുരൂപമായിട്ട് വേണം ജീവിക്കാൻ. അതും ഡു നോട്ട് ബി കൺഫേം ടു ദി പാറ്റേൺസ് അല്ലെങ്കിൽ ഫാഷൻസ് ഓഫ് ദിസ് വേൾഡ്. ഈ വേൾഡിനൊരു പാറ്റേൺ ഉണ്ട്, വേൾഡിനൊരു ഫാഷനുണ്ട്. അതിനോട് ഞാൻ അനുരൂപപ്പെടരുത്. ഇൻസ്റ്റഡ് ഐ ഷുഡ് ബി ട്രാൻസ്ഫോംഡ് എന്നാണ് ഇവിടെ നമ്മുടെ ഒരു പ്രശ്നം. ഈ ശരിക്കും പറയും, ഈ രണ്ട് കാര്യം, ട്രാൻസ്ഫോർമേഷൻ, കൺഫർമേഷൻ ടു ദ വേൾഡ്, ഇത് രണ്ടും കോൺട്രാസ്റ്റാണ്. നമ്മളെ ആരോ പഠിപ്പിച്ചു, ഒരു പരുവത്തിൽ പോയാൽ ഇത് രണ്ടും കൊണ്ടുപോകാം. നമ്മൾ നല്ല മിടുക്കന്മാരാ. നമ്മൾ കൺഫർമേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഐ എം കൺഫേം. ഇല്ല, ഇപ്പം നമ്മൾ ഈ ലോകത്തിലല്ലേ ജീവിക്കുന്നത്. നമ്മളെ മനുഷ്യരെന്തോ വിചാരിക്കും, നമ്മളെന്തോ മന്നകുത്തികളാണെന്ന് വിചാരിക്കത്തില്ലേ? അല്ലേ പിന്നെ വല്ല ഹിമാലയത്തിൽ പോയി തപസ്സിരിക്കണം. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറ്റൂ, അല്ല? അത് ദൈവത്തിനും അറിയാം. മൈ ഗോഡ് ഈസ് എ വെരി അണ്ടർസ്റ്റാൻഡിങ് ഗോഡ്. എൻ്റെ ദൈവം വളരെ എന്നെ മനസ്സിലാക്കുന്ന ദൈവമാണ്. സ്തോത്രം, അല്ലേ? അപ്പോൾ ഈ കൺഫർമേഷനും ഈ ട്രാൻസ്ഫോർമേഷനും രണ്ടും കൂടെ പറ്റത്തില്ല. ഈ ലോകത്തോട് ഞാൻ കൺഫേംഡ് ആണെങ്കിൽ ഐ കനോട്ട് ബി ട്രാൻസ്ഫോംഡ്. പഠിച്ചോണം, അല്ലേ? എനിക്ക് ട്രാൻസ്ഫോർമേഷൻ, ഈ വചനപ്രകാരം ട്രാൻസ്ഫോർമേഷൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഐ ഷുഡ് നോട്ട് ബി കൺഫേംഡ് ടു ദി പാറ്റേൺസ് ഓർ ഫാഷൻസ് ഓഫ് ദിസ് വേൾഡ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ, അപ്പം നിങ്ങൾ ചിന്തിക്കും, പക്ഷേ ഈ ലോകത്തിൻ്റെ കുഴപ്പം എന്താ? കുഴപ്പമുണ്ടെന്ന് ഞാനല്ല പറഞ്ഞത്, യോഹന്നാൻ അപ്പോസ്തലൻ. അതാണെങ്കിൽ പുള്ളിയാണെങ്കിൽ നല്ല സ്നേഹത്തിൻ്റെ അപ്പോസ്തലനാണ്, നമ്മളെപ്പോലൊന്നുമല്ല, നല്ല സ്നേഹമാണ് പുള്ളിക്ക്. അപ്പോൾ നല്ല വയസ്സായ ഒരു അപ്പച്ചനാണ്, അവസാനം മരിച്ചുപോയ അപ്പച്ചനാണ്. ഏതാ? ക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാർ ഏറ്റവും ഒടുവിൽ മരിച്ച്, നല്ല പ്രായത്തിൽ മരിച്ച്, നല്ല വയസ്സായി മരിച്ച ആളാണ്. അപ്പോൾ ആ അപ്പച്ചൻ എന്തോ പറയുന്നത് കേട്ടെ? 1 യോഹന്നാൻ 2-ാം അധ്യായം 16ഉം 17. അപ്പച്ചൻ വായിക്കുന്നൊന്ന് വായിച്ചേ. യോഹന്നാൻ അപ്പച്ചൻ എന്തോ പറഞ്ഞെന്ന്? ജഡമോഹം, ജഡമോഹം, കൺമോഹം, കണ്ണിന്റെ മോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്ന് അത്രേ ആകുന്നു. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലായി, ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം. അപ്പൊ ലോകത്തിലുള്ളത് എന്തുവാ? എന്തോ പേടിയാവുന്ന പറയാൻ. ലോകത്തിലുള്ളത് എന്തുവാ? ജഡമോഹം. ആരുടെ ജഡം? സാത്താൻ്റെ ജഡോ? അല്ല, നമ്മുടെ. എൻ്റെ ജഡത്തിനൊരു മോഹമുണ്ട്. ഐ ഹാവ് ദ ലസ്റ്റ് ഓഫ് മൈ ഫ്ലഷ്. അടുത്തത് എൻ്റെ, ആരുടെ കണ്ണിൻ്റെ? പറഞ്ഞ എൻ്റെ
എൻ്റെ ഈ കണ്ണ്, ഇത് പറയുമ്പോൾ അതും കൂടെ പറഞ്ഞേക്കാം, ഞാൻ കുറേ നാളായിട്ട് ഈ കണ്ണിൻ്റെ കാര്യത്തിൽ കുറേ കഷ്ടപ്പെട്ടു, മറന്നുപോയി, സ്തോത്രം, ഞാൻ ആദ്യമേ പറയേണ്ടിയായിരുന്നു. ഞാൻ 2 മാസമായിട്ട് ഈ ഒരു കണ്ണ് കൊണ്ട് ഒത്തിരി കഷ്ടപ്പെട്ടു. ദൈവകൃപയാൽ എനിക്കിത് സൗഖ്യം പൂർണ്ണമായിട്ട് കിട്ടി. അത് കഴിഞ്ഞ ആഴ്ച മദ്രാസിൽ പോയത് സൗഖ്യം കിട്ടാനല്ല, ഇത് എന്താണെന്ന് നോക്കാനാണ് പോയത്. അവിടെ ചെന്നപ്പോൾ നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ വന്നു. അവരൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അസുഖം പോയി. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, അസുഖം കണ്ണിനല്ലായിരുന്നു, വേറെ എവിടെയായിരുന്നു അസുഖം. ദൈവത്തിൻ്റെ സ്തോത്രം. അത് അവിടെ പോയി എല്ലാ ചെക്കപ്പുകളും എല്ലാം ചെയ്യാം. ദൈവം അവിടെ പലരെയും ഒരുക്കി, പ്രത്യേകിച്ച് നവീൻ ആൻഡ് ഡെലീന, താങ്ക് യു സോ മച്ച്. ഓക്കെ, യുവർ ഫ്രണ്ട് വാസ് സോ ഗുഡ്. ഓക്കെ, അതിനായിട്ടും സ്തോത്രം. അതും പറഞ്ഞെങ്കിൽ വിട്ടുന്നേ ഉള്ളൂ ഇടയ്ക്ക്. അപ്പം അപ്പോസ്തലൻ എന്താ പറഞ്ഞു, ഈ ലോകത്തിലുള്ളത് ജഡത്തിൻ്റെ മോഹം, കണ്ണിൻ്റെ മോഹം, പിന്നെ ജീവനത്തിൻ്റെ പ്രതാപം. ഈ നമുക്ക് ചിലതൊക്കെ ഈ ബൈബിൾ ഭാഷ മാത്രമേ അറിയത്തുള്ളൂ. ദ പ്രൈഡ് ഓഫ് ലൈഫ്. ഓക്കെ, അത് പിന്നെ കുറച്ചുകൂടെ മനസ്സിലാവും. ഇത്രയേ ഉള്ളൂ. ബോസ്റ്റിംഗ് ഇൻ ഹൂ ഐ ആം ആൻഡ് വാട്ട് ഐ ഹാവ്. ഞാൻ ആരാണെന്നും എനിക്ക് എന്തൊക്കെ ഉണ്ടെന്നുള്ളതിലൊരു അഹങ്കാരം. അതാണ് ഈ പ്രൈഡ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. നമുക്ക് അങ്ങനത്തെ അഹങ്കാരമൊക്കെ ഉണ്ടോ? നമ്മൾ വല്ലപ്പോഴെങ്കിലും അറിയാതെങ്കിലും പറയും, എന്താണെന്നറിയാം, ഞാൻ ആരാണെന്ന് അറിയത്തില്ല. അതിൽ കൂടെ എന്താ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്? ഞാൻ ഭയങ്കര സംഭവമാണ് കേട്ടോ, എൻ്റെ അടുത്ത് കളിക്കരുത്. ഇതാണ് നമ്മൾ ഈ പറഞ്ഞത് അല്ലേ? ആ ഒരു പ്രൈഡ്, അതാണ് ലോകത്തിലുള്ളവൻ അതേ പറയൂ, എൻ്റെ അടുത്ത് കളിക്കരുത് കേട്ടോ, ഞാൻ അല്ലേ. പിന്നെ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന എല്ലാം എനിക്ക് വേണം. ഞാൻ ഈ പഴയ കഥകൾ പറയുന്ന ഒരു പഴഞ്ചൻ പാസ്റ്ററാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. കാര്യം എൻ്റെ അപ്പൻ ഒരു പഴഞ്ചൻ അപ്പനായിരുന്നു. ഞങ്ങളൊക്കെ പഴയ തലമുറക്കാരാണ്, നിങ്ങളൊക്കെ ന്യൂജൻ. എന്നാലും ഈ ന്യൂജൻ കേൾക്കേണ്ട ചില കഥകളുണ്ട്. എൻ്റെ പിതാവ് തൻ്റെ 20 വയസ്സിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിപ്പോയ കഥയൊക്കെ നിങ്ങൾക്ക് പലർക്കും അറിയാം. അദ്ദേഹം 40കളിൽ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ അന്ന് ആ സഭയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ശ്രീലങ്കയിലായിരുന്നു. അന്ന് അതിൻ്റെ ഫൗണ്ടർ പാസ്റ്റർ എൻ്റെ പിതാവിനെയും കപ്പലിൽ കയറ്റി രാമേശ്വരത്ത് നിന്ന് കയറി അങ്ങ് കൊളംബോയിൽ പോയി, ജാഫ്നയിൽ പോയി. അങ്ങനെ അവിടെയാണ് ആദ്യത്തെ ഒരു 4 വർഷം എൻ്റെ പിതാവ് ആ ദേവദാസിൻ്റെ കൂടെ ആയിരുന്നു ട്രെയിനിങ് എടുത്തത്. അപ്പോൾ എൻ്റെ പപ്പ പറഞ്ഞൊരു കഥയാണ് ഞാൻ പറയുന്നത്. ഈ പാസ്റ്റർ പോൾ എന്ന് പറയും, അദ്ദേഹം തൻ്റെ മരണക്കിടക്കയിൽ ആകുന്ന ആ സമയത്ത് തനിക്ക് ഒരുപാട് ഭക്ഷണമൊന്നും വേണ്ട, ഒരുപാട് വയ്യ, തീരെ വയ്യ. അപ്പോൾ എല്ലാവരും ആ ഫൈത്തോമിലുള്ള എല്ലാവരും ചുറ്റും നിന്ന് പുള്ളിയെ ശുശ്രൂഷിക്കുക. പുള്ളി പറയുന്നത് ചെയ്തു കൊടുക്കും, എന്തും ചെയ്യും ചുറ്റും. അപ്പോൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ്, പുള്ളി ഭക്ഷണമൊക്കെ വളരെ കുറവായി, എഴുന്നേറ്റിട്ട് പുള്ളി ഇങ്ങനെ പറഞ്ഞു, മീൻ തിന്നാൻ കൊതിയാവുന്നു. മീൻ, മത്സ്യം, ഫിഷ്. ഒട്ടനെ ഓട്ടമായി. അപ്പോൾ ഇന്നത്തെ പോലെ അവിടെ ഓടി പാളയം മാർക്കറ്റിൽ പോയി മീൻ മേടിക്കാൻ അവിടെ അങ്ങനെ അന്ന് യുദ്ധകാലമാണ്, അപ്പോൾ മീനില്ല. എന്തായാലും അന്ന് അവരെന്ത് ചെയ്തു, തൻ്റെ കൂട്ടാളികൾ എവിടെയൊക്കെയോ പോയി ഇല്ലാത്ത മീനിനെ പിടിച്ചുണ്ടെങ്കിലും വന്ന് ചൂണ്ടയിട്ടോ എവിടെയൊക്കെയോ പിടിച്ച് കൊണ്ടുവന്ന് ഉച്ചയായപ്പോഴത്തേക്ക് അവിടെ മീനിൻ്റെ മണം കൊണ്ട് നിൽക്കാൻ വയ്യ. കാര്യം മീൻ വറക്കുന്നു, കറി വയ്ക്കുന്നു, വീര വയ്ക്കുന്നു, അത് വയ്ക്കുന്നു, ഇത് ഒരു 5-6 ഡിഷ് മീൻ കണ്ട് അവർക്കെല്ലാം വലിയ സന്തോഷം. അയ്യോ, പാസ്റ്റർ വെച്ച മീൻ ആഗ്രഹം പറഞ്ഞു, അതുകൊണ്ട് മീൻ തേണ്ട ഞങ്ങൾ കൊണ്ടുവന്ന് മീൻ കരിച്ച് പൊരിച്ച് എല്ലാം കൂടെ പുള്ളി കിടക്കയിൽ എഴുന്നേറ്റിരുത്തി ഫ്രണ്ടിൽ ഒരു ടേബിളിട്ട് ചോറ്, കറി, മീൻ വറുത്തത്, മീൻ പൊരിച്ചത്, രണ്ടും ഒന്നല്ലേ, മീൻ കറി, മീൻ എല്ലാം അങ്ങോട്ട് വെച്ചു. ഒരു എന്തോ അതിന് പറയുന്നത്, ഫിഷ് പ്ലാറ്റർ. അതെ, സീ ഫുഡ് കോംബോ. അത് തന്നെ, അത് മറക്കാൻ പറ്റത്തില്ല കേട്ടോ. ഓക്കെ, അപ്പം സീ ഫുഡ് കോംബോ ഫ്രണ്ടിൽ വെച്ചു. അപ്പോൾ ഇദ്ദേഹം എഴുന്നേറ്റ്, അപ്പോൾ ചുറ്റും എല്ലാവരും നിൽക്കുക, തൻ്റെ ശിഷ്യന്മാരെല്ലാം. അവർക്കെല്ലാം ഭയങ്കര സന്തോഷം. അയ്യോ, ഞങ്ങളുടെ പാസ്റ്റർ മരിക്കുന്നതിന് മുമ്പ് ഒരു ആഗ്രഹം പറഞ്ഞു, അത് ഞങ്ങൾക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റിയല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. ഇപ്പം അപ്പച്ചൻ്റെ അടുത്ത് ഓരോന്നോരോന്നായിട്ട് കഴിക്കുമ്പോൾ ഇവർക്കാണ് സന്തോഷം അപ്പച്ചൻ കഴിക്കുന്നത്. അപ്പച്ചൻ ഇങ്ങനെ, ഇതെന്താ, മീൻകറി, ഇത് വറുത്ത്, ഇത് എല്ലാം അങ്ങോട്ടും, ഇതെന്താ, ഇത് അവിയൽ, ഇത് തോരൻ, ഇത് മോരിയാച്ചിയത്, ആ മോരിയാച്ചി ഇങ്ങോട്ട് ചോദിച്ചേ. എന്നിട്ട് പുള്ളി മീനെല്ലാം അങ്ങ് മാറ്റി വെച്ചു. നിങ്ങൾ കഴിച്ചോളി, എനിക്കിച്ചിരി ചോറും ഇച്ചിരി മോരും ഇച്ചിരി തോരനും മതി എന്ന് പറഞ്ഞ പുള്ളി ആ മീൻ തൊട്ടില്ല. അപ്പോൾ കൂടെ വന്നവർക്ക് ഭയങ്കര സാധനം, ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ട ഈ ഇല്ലാത്ത മീനിനെ പിടിച്ചുകൊണ്ട് വന്നതെന്നറിയാം. അതൊക്കെ ശരി, ഞാനൊരു കൊതി പറഞ്ഞു, ഞാനൊരു മനുഷ്യനല്ലേ, ഒരു കൊതി പറഞ്ഞു. പക്ഷേ ദൈവദാസൻ ഈ കൊതി അടക്കാൻ പഠിക്കണമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ മീൻ കൊണ്ടുവന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തതിൽ താങ്ക്സ്, പക്ഷേ എനിക്ക് വേണ്ട, നിങ്ങളെല്ലാവരും കഴിച്ചു. അതുകൊണ്ട് പുള്ളി മീൻ തൊട്ട് നോക്കിയില്ല. ഇതിൽ നിന്ന് എന്ത് പാഠം പഠിച്ചു?
ഒരു കൊതി വന്നത് തെറ്റാണോ? തെറ്റല്ല. സാധു കൊച്ചുകുഞ്ഞ് സന്യാസി ഒരിക്കലൊരു വീട്ടിൽ ചെന്നപ്പം അത് ഒരു നേരെ ഭക്ഷണം കഴിക്കത്തുള്ളായിരുന്നു. വീട്ടിൽ ചെന്നപ്പം ആ വീട്ടുകാരത്തി മുട്ട പൊരിച്ച് വെച്ച് നല്ല മണം, നല്ല അന്നത്തെ കാലത്തൊക്കെ പണ്ടൊക്കെ ഈ മുട്ട നമ്മുടെ അമ്മമാരൊക്കെ ഈ പൊരിക്കുമ്പം ഒരു മണം വരും. ആ വെളിച്ചെണ്ണയിൽ ആ തേങ്ങയൊക്കെ തിരുവേനകത്തിട്ട്. ഇപ്പോഴത്തെ മുട്ട തട്ടിപ്പാ. അന്നത്തെ വീട്ടിലൊരു മുട്ട പൊരിക്കുന്ന മണം, അത് മുട്ടയല്ലേ, മലയാളത്തിൽ മുട്ട എന്നാണ്, മുട്ട അല്ല കേട്ടോ, അത് മുട്ട തലയാണ് കേട്ടോ. നിങ്ങൾ ഈ പലരും മുട്ടയുണ്ടോ, മുട്ട എന്ന് പറഞ്ഞാൽ ഇത് മുട്ട. ആ ശരി, മലയാളം ഗ്രാമറും കൂടെ പഠിപ്പിക്കാമല്ല, ഭാഷയും കൂടെ. ഓക്കെ, ഈ മുട്ട പൊരിക്കുമ്പം ഒരു മണമുണ്ട്. അപ്പോൾ ഉപദേശിയും പരിവാരം കൂടെ വീട്ടിൽ രാത്രി കഴിക്കാൻ വന്നപ്പം ഈ പുള്ളിക്കാരത്തി മുട്ട പൊരിച്ചു കൊണ്ടുവച്ചു. ഉടനെ ഇച്ചിരി വലിയ സൈസിലാണ് മുട്ട, ഇച്ചിരി കൂടുതലുണ്ടോ സംശയം. ഉപദേശിക്കൊരു സംശയം, ഇതെന്ത് പറ്റി, ഇവിടെ മുട്ട ഒരു ഹൈലൈറ്റ് ആണല്ലോ എന്ന്. അപ്പം എന്നോട് പുള്ളിക്കാരത്തി പറയുക, എനിക്കറിയാമായിരുന്നു ഉപദേശിക്ക് മുട്ട ഭയങ്കര ഇഷ്ടമാണ്, മുട്ട പൊരിച്ചത് ഭയങ്കര ഇഷ്ടമാണെന്ന്. ആഹാ, ഉടനെ ഉപദേശിയല്ലേ ആള്, എടാ നിനക്ക് മുട്ട പൊരിച്ചത് ഇഷ്ടമല്ലേ, ഇന്ന് തൊട്ട് ഞാൻ മുട്ട കഴിക്കത്തില്ല. പുള്ളി മരണം വരെ പിന്നെ മുട്ട കഴിച്ചിട്ടില്ല. ഇന്ന് നമുക്ക് എന്തൊക്കെ ഇഷ്ടമാണെന്നൊക്കെ പറയുന്നതിലാണ്. ഇപ്പോൾ വലിയ പാസ്റ്റർമാരൊക്കെ വല്ലയിടത്തൊക്കെ പോകുമ്പം മെനു നേരത്തെ അങ്ങ് അയച്ചു കൊടുക്കും. അങ്ങനത്തെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ പഴയ കാലത്തെ ഭക്തന്മാരൊന്നും അങ്ങനെ അല്ലായിരുന്നു. അവർ ജഡത്തിൽ ജീവിച്ചുകൊണ്ട് അവർക്ക് കൊതി വന്നു, മീൻ കഴിക്കണമെന്ന് കൊതി വന്നു, മുട്ട അവർക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ എവിടെയെങ്കിലും അറിയാമായിരുന്നു, നോ ഐ വിൽ നോട്ട് ബി കൺഫേംഡ് ടു ദി പാറ്റേൺസ് ഓഫ് ദിസ് വേൾഡ് ഓർ ടു മൈ ഫ്ലെഷ്. ഇൻസ്റ്റെഡ് ഐ വിൽ റാദർ ഗെറ്റ് ട്രാൻസ്ഫോംഡ്. കാര്യം മനസ്സിലായോ? ഇത്രയും കഥയൊക്കെ ചേർത്ത് ഞാൻ പറയുന്നത് എൻ്റെ അർത്ഥം ഗ്രഹിക്കണം. ഒരു കൊതി വന്നത് പാപമല്ല. നമ്മൾ ജഡത്തെ ജീവിക്കുമ്പോൾ കൊതി വരും, പക്ഷേ ആ കൊതി അടക്കാൻ പഠിക്കണം. ഒരു 4 ദിവസം മുമ്പ് ഞങ്ങൾ ചെന്നൈയിൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിലാണ് ഞങ്ങൾക്ക് താമസം പാസ്റ്റർ ഡി മോഹൻ ഒരുക്കിയിരുന്നത്. വൈകുന്നേരം ആയപ്പോൾ എന്നോട് പറഞ്ഞിടാ, വൈകിട്ട് എവിടെയെങ്കിലും കഴിക്കാൻ പോവാം, വിൽ കം ആൻഡ് ടേക്ക് യു. ഞാൻ പറഞ്ഞു വലിയ കഴിപ്പൊന്നും വേണ്ട, ഞങ്ങളെ കണ്ടാൽ അറിയാമല്ലോ, കഴിപ്പ് കുറവാണ്. അത് നമുക്ക് ആലോചിക്കാം. വൈകുന്നേരം ഇപ്പം വൈകുന്നേരം തൊട്ടേ എനിക്ക് ടെൻഷൻ, ഇനി എവിടാണോ കഴിക്കാൻ പോകുന്നത്, ദൈവമേ എനിക്ക് ഈ ബുഫേ എന്നൊക്കെ പറഞ്ഞാൽ നഷ്ടമാണോ, എന്നാൽ ഒരുപാട് കാശാവും, അത്രയും കഴിക്കത്തുമില്ല, പിന്നെ കഴിച്ചാൽ പിന്നെ അത് അടുത്ത പ്രശ്നം. എനിക്കിപ്പോൾ കഴിക്കുന്ന കാര്യം പറഞ്ഞാൽ എനിക്ക് ടെൻഷനാണ്. അതിന് വേണ്ടി ഇത് പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി. 7 മണിയായപ്പം അദ്ദേഹം ഭാര്യയും വന്നു. അപ്പം ഞാൻ എവിടാണോ ഇനി പോകാൻ പോകുന്നത് കഴിക്കാൻ, ഇവിടെ തന്നെ കഴിക്കാം, അടുത്ത റെസ്റ്റോറൻറ്റിലോട്ട് നമുക്ക് ഇവിടെ തന്നെ കഴിക്കാം. കയറി ഇവിടെ ആകുമ്പം കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നി. അവിടെ ചെന്നപ്പം പുള്ളി അവിടുത്തെ ആ ഹോട്ടലുകാർക്കെല്ലാം അറിയാം. അവിടുത്തെ മാനേജർ ഓടി വരുന്നു, FMB മാനേജർ ഓടി വരുന്നു, എല്ലാവരും ഓടി വരുന്നു. നമ്മളെ കൊണ്ട് VIPs ആയിട്ടൊരു കോർണറിൽ കൊണ്ട് ഇരുത്തി 2-3 പേരെ അവിടെ അങ്ങ് പോസ്റ്റ് ചെയ്ത് നമ്മളെ അവന്മാരിങ്ങോട്ട് ഒന്നൊന്നായിട്ട് കൊണ്ടു. എന്നിട്ട് പറയാം, ഇത് സ്റ്റാർട്ടേഴ്സ് മാത്രമേ ഉള്ളേ. ഞാൻ ദയനീയമായിട്ട്, ദൈവമേ സ്റ്റാർട്ടർ ഇതാണെങ്കിൽ അപ്പോൾ എന്തായിരിക്കും. ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ടറേ കഴിച്ചുള്ളൂ. സ്റ്റാർട്ടർ കഴിച്ചപ്പോൾ അടുത്ത് കൊണ്ടുവരട്ടെ മെയിൻ. അപ്പം പുള്ളി എന്നെ പറഞ്ഞു, മെയിൻ എനിക്ക് ഒരു ദോശ കിട്ടിയാൽ കൊള്ളാം. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ഇഡ്ഡലി കിട്ടിയാൽ കൊള്ളാം. എന്തായാലും അപ്പോൾ അവർ തന്നെ ആലോചിക്കും, ഇതെന്തൊരു മനുഷ്യരുടായത്. എന്തായാലും കഴിച്ചു കഴിഞ്ഞു. പക്ഷെ കഴിച്ച് കഴിഞ്ഞിട്ടെല്ലാം സന്തോഷമായിട്ട് പ്രാർത്ഥിച്ചു പിരിഞ്ഞ് ഞങ്ങൾ കിടന്നുറങ്ങി. അടുത്ത ദിവസം ഞങ്ങളിങ്ങ് വീട്ടിൽ വന്നു. ഇവിടെ വന്നപ്പോൾ രാത്രി കഴിക്കാൻ എന്തുകൊണ്ട്, റൊട്ടി ഇരിപ്പുണ്ട്. ഉച്ചയ്ക്ക് ഒരു വീട്ടുകാരിച്ചിരി ചോറ് കൊണ്ട് തന്നയിച്ചൊരു ചിക്കൻ കറി ഇരിപ്പുണ്ട്, അത് ചൂടാക്കി കഴിക്കാം. അപ്പം അടുത്ത ദിവസം വൈകിട്ട് ആ ഉണക്ക റൊട്ടി ഈ കറി മുക്കി തിന്നപ്പോൾ ഞാൻ അറിയാതെ പറഞ്ഞു പോയി, ഇന്നലെ ഈ സമയം ഇവിടെ എന്തു. പക്ഷെ ഞാൻ ഇങ്ങനെയല്ല പറഞ്ഞത്. ഏതവസ്ഥയിലും സന്തോഷത്തോടെ ഇരിക്കുവാൻ ശീലിച്ചിരിക്കുന്നു. എനിക്ക് നല്ലവണ്ണം 7 കോഴ്സ് ഡിന്നർ അടിച്ചിരിക്കാനും അറിയാം. അല്ല ഈ പറഞ്ഞ പോലെ കഞ്ഞി ചമ്മന്തിയും കൂട്ടി കുടിച്ചോണ്ട് മിണ്ടാതിരിക്കാനും അറിയാം എന്ന് പൗലോസ് പറഞ്ഞെങ്കിൽ നമുക്കും അങ്ങനെ തന്നെ പറയാൻ കഴിയണം. ഈ എൻ്റെ അനുഭവം പറഞ്ഞാൽ കുഴപ്പമില്ല, നിങ്ങളുടെ കാര്യമല്ലല്ലോ ഞാൻ പറഞ്ഞത്, നിങ്ങളൊക്കെ ആര്. അത് ഇതുപോലെ നമ്മൾ എല്ലാം ഉണ്ടോ, അത് കുറ്റബോധമൊന്നും വേണ്ട അല്ലേ. സ്തോത്രം പറഞ്ഞ് അനുഭവിച്ചോ. പക്ഷെ ഒന്നുമില്ലേ, പരാതിപ്പെടരുത്.
അവിടെയും സ്തോത്രം പറഞ്ഞ് ജീവിക്കാൻ പഠിക്കണം പ്രിയപ്പെട്ടവരെ, അല്ലേ? അതുകൊണ്ട് ഇതൊക്കെയാ പഴയ ഭക്തന്മാരുടെയൊക്കെ ജീവിതാനുഭവങ്ങൾ. അത് വചനത്തിലായാലും ശരി, നമ്മുടെ മുമ്പിൽ ജീവിച്ച ഭക്തന്മാരും ഉണ്ടെന്ന് ഓർക്കണം. നമ്മുടെ മുമ്പിൽ ജീവിച്ച് മരിച്ചുപോയ ഭക്തന്മാരുടെ ചരിത്രവും കൂടെ ചേർന്നാണ് നമ്മൾ ഇന്ന് രാവിലെ തൊട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെയൊക്കെ അനുഭവങ്ങൾ നമുക്ക്. അപ്പം 1 യോഹന്നാൻ 2:17 വായിച്ചേ. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. അപ്പൊ ഈ ലോകത്തിന്റെ മോഹം, നേരത്തെ പറഞ്ഞില്ലേ, ജഡത്തിന്റെ മോഹം, അടുത്തത് ലോകത്തിന്റെ മോഹം, അല്ലേ? ലോകം നമ്മളെ മോഹിപ്പിക്കും. നമ്മളന്ന് ചുമ്മാ, ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ ചുമ്മാ ലുലുവിലോട്ടൊന്ന് നോക്കിയേ. നിങ്ങൾ ചിലപ്പോൾ പറയും, ഞാൻ ഒന്നും മേടിക്കാൻ വന്നേയില്ല, ഞാൻ ചുമ്മാ ഇതിലേക്കൂടെ നടക്കാൻ വന്നയാ എന്ന് പറയാം. നിങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ ഇച്ചിരി അങ്ങോട്ട് പോയപ്പോഴാണ് ഒരു സാധനം എടുത്ത്, എപ്പോഴായിരുന്നു മാഡം ആ കാർട്ട് പോയി എടുക്കാം, ഓ ശരി, തിരിച്ചു വന്നൊരു വണ്ടി എടുത്തു. പിന്നെ ചുരുക്കി പറഞ്ഞെങ്കിൽ ചെക്കൗട്ടിൽ വന്നപ്പം വണ്ടി എപ്പം ഫുള്ളായെന്ന് അറിയാൻ പോയി. ഇതൊക്കെയല്ലേ സത്യം, അല്ലേ? അതെന്താ? ആ ഓരോ ഷെൽഫിലിരുന്ന് ഓരോ സാധനങ്ങളും നിങ്ങളെ ഇങ്ങനെ മോഹിപ്പിച്ചുകൊണ്ടിരുന്നു. അതാണ് കാര്യം, അല്ലേ? പ്രത്യേകിച്ച് ഈ അഡ്വർടൈസിങ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഇൻഡസ്ട്രിയാണ്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് നിങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നതാണ് അവരുടെ ജോലി. അതവർ നന്നായിട്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളിപ്പോഴും അതിൻ്റെ ഇരകളായിട്ട് മാറി. അതാണ് സത്യം, അല്ലേ? അപ്പം ലോകം നമ്മളെ മോഹിപ്പിക്കും. ലോകത്തിൻ്റെ ജോലിയാണ് ചെയ്യുന്നത്. ഇനി എൻ്റെ ജഡത്തിന് തന്നെ ഒരു മോഹം ഉണ്ട്. കാരണം ലോകം ഇരുന്നോട്ട് ഓഫർ ചെയ്യുക, എനിക്കാണെങ്കിൽ അതങ്ങോട്ട് എടുത്തോളാൻ വയ്യ. അപ്പം രണ്ടും കൂടെ ആയപ്പോൾ ശരിയായി. അപ്പം ഇതാണ് ഈ പറഞ്ഞ പോലെ ഡു നോട്ട് ബി കൺഫേംഡ്, പക്ഷേ ഇൻസ്റ്റെഡ് ബി ട്രാൻസ്ഫോംഡ്. അപ്പം ആ ട്രാൻസ്ഫോർമേഷൻ നടക്കണമെങ്കിൽ ഞാൻ എൻ്റെ മോഹത്തോട് ഒരു നോ പറയണം. ലോകം എന്നെ മോഹിപ്പിക്കുമ്പോഴും നോ പറയണം. യേശുവിനെ പിശാച് ഉയർന്ന മലയെ കൊണ്ട് പലതും കാണിച്ച് മോഹിപ്പിച്ചു, അല്ലെങ്കിൽ പ്രലോഭിപ്പിച്ചു. പക്ഷെ അതിലൊന്നും വീണില്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്, ശരിയല്ലേ? പക്ഷെ യേശു വീണില്ല. ഞാനും നിങ്ങളോ എപ്പോൾ വീണെന്ന് ചോദിച്ചാൽ മതി, അല്ലേ? അതാണ് നമ്മുടെ പ്രശ്നം. അവിടെ ഇന്ന് ഈ വചനത്തിലൂടെ ഒരു തീരുമാനം നമുക്ക് എടുത്തു പോകാം. കർത്താവേ, ഞാൻ ഈ ലോകത്തിൻ്റെ അനുരൂപമാകാതെ എൻ്റെ ജഡമോഹം, എൻ്റെ കൺമോഹം, എൻ്റെ ജീവനത്തിൻ്റെ പ്രതാപം, ഇനി ലോകത്തിൻ്റെ മോഹം, ഇതെല്ലാം ഒഴിഞ്ഞു പോകുന്നതാണെന്ന് പറഞ്ഞു. കാര്യം ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ദൈവേഷ്ടം ചെയ്യണം, അല്ലേ? അവർക്ക് നിത്യത പ്രതിഫലം മാത്രമല്ല, അവരെയാണ് ഈ ലോകം പോലും, നമ്മളിപ്പോൾ നേരത്തെ കേട്ട ചില സാക്ഷ്യങ്ങൾ കേട്ടു, ലോകം പോലും അവരെ വാഴ്ത്തുന്നു, അല്ലേ? അവരെ മാതൃകയായി പുകഴ്ത്തിയാണെന്ന് ലോകം പറയുന്നത്. കാര്യം അവർ വ്യത്യസ്തരായിരുന്നു. ദേ തോട്ട് ഡിഫറൻ്റ്ലി. അവരെന്ത് ചെയ്തു? വ്യത്യസ്തമായിട്ട് ചിന്തിച്ചു. ആ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നതിനാണ് പൗലോസ് പറഞ്ഞത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്നുള്ളത്, അല്ലേ? 2 കൊരിന്ത്യർ 10:4-5 2 Corinthians chapter 10 verse 4 and 5. 2 കൊരിന്ത്യർ 10:4-5. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല. കണ്ടോ, നമുക്ക് പോരാട്ടം ഉണ്ടെന്നുള്ളത് പൗലോസ് പറയുന്നുണ്ട്. പക്ഷേ ഈ പോരാട്ടത്തിന് എനിക്ക് ചില ആയുധങ്ങളും ദൈവം തന്നിട്ടുണ്ട്. പക്ഷേ ഈ ആയുധങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും ജഡീക ആയുധങ്ങൾ അല്ല, ആർ നോട്ട് കാർണൽ. കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധി ശക്തിയുള്ളവ തന്നെ. ഈ കോട്ടകൾ എനിക്ക് മുമ്പിൽ നിൽക്കുന്ന കോട്ടകളൊക്കെ ഇടിക്കുവാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ ആണ് എൻ്റെ ആയുധങ്ങൾ. അടുത്തത്, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും. ആ ഐറ്റങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്തേക്കണേ. എന്തൊക്കെയാണ്? സങ്കല്പങ്ങൾ. സങ്കല്പങ്ങൾ. നിങ്ങളൊക്കെ വല്ല സങ്കല്പിക്കാറുണ്ടോ? സങ്കല്പങ്ങൾ. അടുത്തത്, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും, എവറി ഹൈറ്റ് ഇമാജിനേഷൻസ്, ഹൈ തോട്ട്സ്, അതിനെ ഇടിച്ചു കളഞ്ഞ ഏത് വിചാരത്തെയും തോട്ട്സ്, കണ്ടോ? ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കണം. എൻ്റെ തോട്ട്സ്, നമ്മളെ പറഞ്ഞ പോലെ നമ്മളങ്ങ് കയറൂരി വിട്ടാൽ തോട്ട്സ് അങ്ങ് പോവും. അതിനെ പിടിച്ചടക്കണം. എന്തിന്? എങ്ങോട്ട്? ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് എൻ്റെ തോട്ട്സിനെ പിടിച്ചു നിർത്തണം. മുമ്പൊരിക്കൽ ഞാനോട് പറഞ്ഞല്ലോ, തിങ്ക് ഹോളി തോട്ട്സ്, അല്ലേ? പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് എന്തൊക്കെയാ? ഹോളി തോട്ട്സ് ആണോ? ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് എന്തുവാ? ഇയാള് ഇന്നത്തെ പോക്ക് കണ്ടിട്ട് 1 മണിക്കൂടൊന്ന് പോയി പറ്റാൻ പറ്റുമോ? അല്ലേ? ഇവിടെ ക്രിസ്തുവിന് വിരോധമായി പൊങ്ങുന്ന പരിജ്ഞാനത്തെ, ഉയർച്ചയെ എന്ത് ചെയ്യണം? ഇടിച്ചു കളയണം. ഏത് വിചാരത്തെയും
ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കണം. അപ്പം ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, നമുക്ക് ഈ പറഞ്ഞ പോലെ ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ ഈ ലോകം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സോൾഡ് ഔട്ട്. എന്താണ്? ടു സിൻ ആൻഡ് അൺബിലീഫ്. അവിശ്വാസവും പാപവുമാണ് ലോകത്തിൽ എവിടെയുള്ളത്, അല്ലേ? അപ്പം നമുക്ക് ഈ ലോകത്തിലോട്ട് ഇറങ്ങി ഒന്നും നമുക്ക് നന്മയൊന്നും കിട്ടത്തില്ല, അല്ലേ? പക്ഷെ അവിടെയാണ് ഈ ലോകത്തെ പോലെ ചിന്തിക്കാനോ അല്ലെങ്കിൽ ലോകം പറയുന്ന പോലെ ചിന്തിക്കാനോ നമുക്ക് പറ്റത്തില്ല. അവിടെയെല്ലാം ആ ചിന്തകളും ഉയർച്ചകളും ഒക്കെ പൊങ്ങി വരുമ്പോൾ എന്ത് ചെയ്യണം? അതിനെയൊക്കെ അടക്കണം. അത് അടക്കാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുധങ്ങൾ അത് ആത്മീയ ആയുധങ്ങളാണ്. അത് ഈ ജഡത്തിൻ്റെ ആയുധങ്ങൾ അല്ല. ഇപ്പം ടിറ്റ് ഫോർ ടാറ്റ്, പകരത്തിന് പകരം, അതാ ലോകം പറയുന്നത്. എൻ്റെ ജഡവും പറയുന്നത് അതാ. പക്ഷേ എൻ്റെ കർത്താവ് പറയുന്നത് അല്ല. എന്ത് ചെയ്യണം? ക്ഷമിക്കണം, അല്ലേ? അപ്പം അത് വ്യത്യസ്തമായിട്ടൊരു ചിന്തയാണ്. അപ്പം ആ ചിന്തയിലോട്ട് ഞാൻ വരണമെങ്കിൽ വ്യത്യസ്തമായിട്ട് ഞാൻ ചിന്തിച്ച് തുടങ്ങണം എന്നുള്ളതാണ് അവിടെ നമ്മൾ പറയുന്നത്. അപ്പം കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു ബ്രോക്കൺ ഹാർട്ട്, ഇന്ന് കണ്ടു റിന്യൂഡ് മൈൻഡ്, അല്ലേ? എൻ്റെ തകർക്കപ്പെട്ട ശരീരം യാഗപീഠത്തിൽ വയ്ക്കണം. അടുത്തത് എൻ്റെ മനസ്സിനെ ഞാൻ പുതുക്കണം. അടുത്ത് നമുക്ക് ഇപ്പം മനസ്സ്, അപ്പോൾ അത് സൈക്കാട്രി, അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ കാർഡിയോളജി കഴിഞ്ഞു, സൈക്കാട്രിയും കഴിഞ്ഞു. അടുത്ത ENT പോകാം. ഓക്കെ, ENT വരുമ്പം അവിടെ നമുക്ക് ആദ്യം അറിയാമല്ലോ, ഇയർ എന്ന് പറയുമ്പം ഇവിടെയാണ്. നമുക്ക് ഈ ചെവിയെ പറ്റി എന്താണ്, തലയുടെ രണ്ട് സൈഡ് വൃത്തിയായിട്ട് ബാലൻസ് ചെയ്ത് രണ്ട് സാധനം വെച്ച് തന്നിട്ടുണ്ട്, അല്ലേ? അതൊരു ഭംഗിയാണ്, അല്ലേ? ഇടയ്ക്ക് ഒരു വിസയ്ക്ക് ഫോട്ടോ എടുത്തപ്പോൾ ചെവി രണ്ടും കാണണമെന്ന് ഞാൻ പറഞ്ഞു, എന്ത് പ്രശ്നം, നമുക്ക് കാണുമല്ലോ. അപ്പോഴാണ് നമ്മുടെ സൗരം പറഞ്ഞത്, എനിക്ക് ഫോട്ടോ എടുക്കുമ്പോഴേക്കും ഒരു വലിയ പ്രശ്നം, എൻ്റെ ചെവി കാണില്ല. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ. ഈ ചെവി ഫോട്ടോ എടുക്കുമ്പം കാണത്തില്ല പോലും. നിങ്ങളുടെയൊക്കെ ചെവി ഫോട്ടോ എടുക്കുമ്പോൾ കാണാമല്ലേ? സ്തോത്രം. ഓക്കെ, അപ്പം ഇവിടെ ഈ ചെവി എന്ന് പറയുമ്പോൾ വെറും ചെവിയല്ല, ഞാനൊരു വാക്കുകൂടെ ചേർത്ത് പറയാം, സർക്കംസൈസ്ഡ് ഇയേഴ്സ്, പരിച്ഛേദന കഴിച്ച ചെവി. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, പരിച്ഛേദന കഴിഞ്ഞ ചെവിയോ? പരിച്ഛേദന കഴിഞ്ഞ ഹൃദയമൊന്നും ഉണ്ട്, ഹൃദയമുണ്ട്. പഴയ നിയമത്തിൽ യഹൂദന്മാരെ സംബന്ധിച്ചോളം അത് പുറത്ത് ശരീരത്തിലുള്ളൊരു പ്രവൃത്തിയാണ്. പക്ഷേ പുതിയ നിയമത്തിൽ വരുമ്പോൾ നമുക്കറിയാം, നമ്മൾ പുറത്തെ ശരീരത്തിലല്ല, നമ്മുടെ ഹൃദയത്തിൽ പരിച്ഛേദന എന്ന് കേട്ടിട്ടുണ്ട്. ഓക്കെ, ഒരു വാക്യം വായിക്കാം. റോമാലേഖനം 2-ാം അധ്യായം 28-29. അവിടെ ഈ ചെവി എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി അണ്ടർസ്റ്റുഡ് ആസ് എൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഓർ സ്പിരിറ്റ് ഓഫ് ഒബീഡിയൻസ്. അനുസരണത്തിൻ്റെ ആത്മാവ് നമ്മളിലുണ്ടോ, വ്യാപരിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണമുള്ള. ഓക്കെ, പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല, അകമേ യഹൂദനായവൻ അത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അത്രേ പരിച്ഛേദന. ആണ്ടോ? അപ്പൊ പരിച്ഛേദന എന്ന് പറഞ്ഞാൽ പുറമേ അല്ല, അകത്താണ്, ഹൃദയത്തിലാണെന്ന് അവിടെ പറഞ്ഞു. അത് നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞാൽ പരിച്ഛേദന ഹൃദയത്തിലാണെന്നുള്ളത് അതുണ്ട്. പക്ഷെ ഇപ്പം ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് അടുത്ത വാക്യം. ഈ സ്തേഫാനോസിനെ അന്നത്തെ യഹൂദന്മാർ കല്ലെറിഞ്ഞ് കൊന്നപ്പം പുള്ളി ചാവുന്നതിന് മുമ്പ് 2 പറഞ്ഞിട്ടാണ് പോയത് കേട്ടോ. ശരിക്കും ഒരു പ്രസംഗം അങ്ങ് പ്രസംഗിച്ചു. ആ പ്രസംഗം അപ്പോസ്തലപ്രവൃത്തികൾ 7-ാം അധ്യായത്തിലുണ്ട്. അതിൻ്റെ 51-ാം വാക്യത്തിൽ സ്തേഫാനോസ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആക്ട് 7:51, അപ്പോസ്തലപ്രവൃത്തി 7:51. ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അവിടെ പറയാ, നിങ്ങളുടെ ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ല. ചെവിക്കുന്നെടുത്ത് പറയുന്നത് വേറൊന്നുമല്ല, നിങ്ങൾ ഈ കേൾക്കുന്ന ദൈവവചനം നിങ്ങൾ കേൾക്കുന്നതല്ലാതെ ഒരിക്കലും അനുസരിക്കുന്നില്ല. അതാണ് എൻ്റെ അർത്ഥം. കാര്യം മനസ്സിലായോ? അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്. നമ്മൾ ഒത്തിരി വചനം കേൾക്കുന്നു, അല്ലേ? ഹിയറിങ് എ ലോട്ട് ഓഫ് വേർഡ്, അല്ലേ? അതിൻ്റെ സംശയമൊന്നും വേണ്ട. ഒത്തിരി വചനം കേൾക്കുന്നു ഇപ്പോൾ. പക്ഷേ കേൾക്കുന്ന വചനം അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ വചനം അനുസരിക്കുന്നുണ്ടോ? ഈ ബൈബിൾ നമുക്ക് എന്തിനാ തന്നെ? ചിലർ പറയും ഇറ്റ്സ് ഗിവൺ ടു us ടു റീഡ്, വായിക്കാൻ. വേറെ ചിലർക്ക് ടു ടീച്ച്, ഞങ്ങൾ ഭാഷമാർക്കാണെങ്കിൽ പ്രസംഗിക്കാൻ, ഇതിന്ന് വേണ്ടേ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ. വേറെ ചിലർ പറയും ഇത് മെഡിറ്റേറ്റ് ചെയ്യണം. ഓക്കെ, ചിലർ ഇതിൽ നിന്നൊക്കെ ഒത്തിരി എഴുതി പുസ്തകങ്ങൾ എഴുതും, അല്ലെങ്കിൽ വലിയ ഇതിനൊന്നിനും അല്ല തന്നിരിക്കുന്നത്. ദിസ് ബൈബിൾ ഈസ് ഗിവൺ ടു us ടു ഒബേ. ഇന്നത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? ഒബേ ഒഴിച്ച് ബാക്കിയെല്ലാം ചെയ്യുന്നുണ്ട്, അനുസരിക്കുന്ന ഒഴിച്ച് എല്ലാം ചെയ്യുന്നുണ്ട്. ഇന്ന് ചോദ്യം, ഈ ചെവി കൂടെ കേൾക്കുന്നതെല്ലാം അനുസരിക്കുന്നുണ്ടോ? പരിച്ഛേദന കഴിഞ്ഞ ചെവിയിലൂടെ കേൾക്കുന്നതേ നമ്മൾ അനുസരിക്കൂ. എത്ര പേർക്കത് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. അത് ഇച്ചിരി ഒരു കോംപ്ലിക്കേറ്റഡ് ഒരു ടെർമിനോളജി അതിന് ഉപയോഗിച്ചത്. അവിടെ
സ്തെഫാനോസ് വിളിക്കുന്നത് കണ്ടോ, എന്താ? ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന പരിച്ഛേദന ഇല്ലാത്തവരെ. അതിൻ്റെ അർത്ഥം ശാഠ്യക്കാരെ എന്ന് വിളിച്ചെങ്കിൽ ഇംഗ്ലീഷിൽ യു സ്റ്റിഫ് നെക്ട്. സ്റ്റിഫ് നെക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരുതരം കോളർ ഉണ്ടല്ലോ, എന്താണ് അതിട്ട് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഇരിക്കുന്നത്? നേരെ ഇങ്ങനെ കഴുത്തിരിക്കാൻ പറ്റില്ല, ഇങ്ങനെ തിരിയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ചിലപ്പോഴൊക്കെ ഇപ്പം നിങ്ങൾ ഞായറാഴ്ച പള്ളി ഇരിക്കുന്നുണ്ട് മര്യാദക്കൊക്കെ ഇരിക്കുന്നത്, ചിലപ്പോഴൊക്കെ നാളെ തൊട്ട് എങ്ങനെയാ? നാളെ ഓഫീസിൽ പോകുമ്പോൾ എങ്ങനെയാ? നിങ്ങൾ പ്രത്യേകിച്ച് വല്ല ബോസോ വല്ലതും ആണെങ്കിൽ അല്ലേ, അത് പോട്ടെ, ലോകത്തെ കാര്യം. നമ്മൾ ദൈവസന്നിധി വരുമ്പോഴും ദൈവം നമ്മോടൊരു കാര്യം പറയുമ്പോൾ അനുസരിക്കാതിരിക്കുന്നെങ്കിൽ നമ്മളെ വിളിക്കുന്ന ഒരു പേരാണ് എന്താണ്? സ്റ്റിഫ് നെക്ട്. ഓക്കെ, ഈ സ്റ്റിഫ് നെക്ട് ആയിട്ടിരിക്കുന്നവരെല്ലാം ഒന്ന് കൈപൊക്കിക്കേ. ദൈവസന്നിധിയിലാണ് നമ്മളിരിക്കുന്നത്. നമ്മൾ ദൈവം പറയുന്നത് അനുസരിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ദുശാഠ്യക്കാരാണ്, അല്ലേ? സ്റ്റിഫ് നെക്ഡ് ആണെന്നുള്ളതിന് സംശയം വേണ്ട. കാര്യം ലോകം മുഴുവനും ദ സ്പിരിറ്റ് ഓഫ് ഡിസൊബീഡിയൻസ് ഇസ് ദെയർ. പ്രലവൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? അനുസരണക്കേടിൻ്റെ ആത്മാവാണ് എല്ലായിടത്തും ഉള്ളത്, അല്ലേ? റിബല്യൻ, ഈ പറഞ്ഞ ശാഠ്യം എല്ലായിടത്തും ഉണ്ട്, എല്ലാ സർക്കിളിൽ പോയിക്കെ. അത് ആത്മീയ ലോകത്ത് മാത്രമല്ല, ലോകത്തേക്ക് ഇറങ്ങിച്ചെന്നാലും എന്ത്, പ്രത്യേകിച്ച് സീനിയേഴ്സിനോട്, സിവിൽ അതോറിറ്റീസിനോട്, അല്ലേ, ഭാര്യ ഭർത്തൃബന്ധങ്ങളിൽ, മാതാപിതാക്കളോടുള്ള കുഞ്ഞുങ്ങളുടെ ബന്ധത്തിൽ എല്ലാം ഈ അനുസരണക്കേട് നമ്മൾ ഒത്തിരി കാണുന്നുണ്ടെന്ന് ഓർക്കണം. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വ്യത്യാസം നമ്മൾ വരണം. എന്താണെന്നറിയാമോ? ഈ കേൾക്കുന്ന വചനം അപ്പോഴപ്പോഴും കേട്ട് അനുസരിക്കാനും അത് പാലിക്കാനും കൂടെ പഠിക്കണം. അങ്ങനെ പാലിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ചെവി പരിച്ഛേദന കഴിച്ചവരാ. കഴിഞ്ഞ ആഴ്ച ICPF ക്യാമ്പിനൊരു സെഷൻ എനിക്ക് പോയി സംസാരിക്കണമായിരുന്നു. അപ്പോൾ എനിക്ക് തന്നൊരു വിഷയമായിരുന്നു ഡിസൈപ്പിൾഷിപ്പ്. അപ്പം ഞാൻ ഡിസൈപ്പിൾഷിപ്പിനെ പറ്റി പറയാൻ ഇത്രയേ ഉള്ളൂ. ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുമ്പം യു ഹാവ് ടു ഇമിറ്റേറ്റ് യുവർ മാസ്റ്റർ. നിനക്കൊരു ഗുരുവുണ്ട്, ആ ഗുരുവിൻ്റെ കീഴിൽ ഗുരുവിൻ്റെ ലെസൺ പ്ലാൻ അനുസരിച്ച് എല്ലാം പഠിച്ച് പരീക്ഷ എഴുതി മാർക്ക് എടുക്കണമെന്നല്ല, ആ ഗുരുവിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നതാണ് ശിഷ്യത്വം, അല്ലേ? ആ ഗുരുവിനെ പോലെ ആകണം, അത് മതി, അതാണ് ശിഷ്യത്വം. അങ്ങനെയെങ്കിൽ ഈ ഗുരുവിൻ ശിഷ്യ ബന്ധത്തിൽ ഞാൻ അവരോട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത രണ്ട് വാക്ക്. ഒന്ന്, മേക്ക് ക്രൈസ്റ്റ് ആസ് യുവർ ലോഡ്. എന്താണ്? ക്രിസ്തുവിനെ കർത്താവാകും. രണ്ട്, യു ബീയിങ് എ സ്ലേവ്. എന്താണ്? നീ ഒരു അടിമയായി. ഈ സ്ലേവ് എന്നുള്ള പദം കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആ കാലമൊക്കെ പോയില്ലേ, നമ്മൾ അടിമത്വമൊക്കെ എന്നെ അബോളിഷ് ചെയ്തു. ഈ 2024 വന്നിരുന്നിട്ട് സ്ലേവ് എന്നൊക്കെ പറഞ്ഞാൽ, പക്ഷെ ബൈബിളിൽ അത് പോയിട്ടില്ല, ഇപ്പോഴും ഉണ്ട്. ആരാണ് ഇന്നത്തെ അടിമകൾ? ആരാ? നമ്മൾ ഓരോരുത്തരും ആ കർത്താവിൻ്റെ ശിഷ്യരാണെങ്കിൽ, ശിഷ്യരെന്നൊക്കെ ഒരു ഡീസൻറ്റ് വാക്കാണ്, പക്ഷേ ഒറിജിനൽ വാക്ക് എന്താണെന്നറിയാമോ? സ്ലേവ് എന്ന് തന്നെയാണ്. ഒരു സ്ലേവിനെ അന്നത്തെ കാലഘട്ടത്തിൽ അറിയാം, ആ അടിമയ്ക്ക് യാതൊരു അവകാശങ്ങളില്ല, അധികാരങ്ങളില്ല, ലിബേർട്ടി, എന്താണ് ഈ പറഞ്ഞ പോലെ ഫ്രീഡം ഇല്ല, സ്വന്തം പേരില്ല, അവനൊരു ഒന്നുമില്ല, ഒരു വ്യക്തിത്വം തന്നെ അവനായിട്ടില്ല. അവനെ ചന്തയെ കൊണ്ട് വിൽക്കാൻ കൊണ്ട് നിർത്തും, കഴുത്തിലൊരു ടാഗ് ഇട്ടേക്കും, എന്താണ്? പ്രൈസ്, വില എത്രയാണ്. നിങ്ങളൊക്കെ മറ്റേ തുണിക്കടയിൽ ചെന്ന് ഓരോന്നിങ്ങനെ പിടിച്ച് നോക്കത്തില്ലേ, ഇതെത്ര? അതുപോലെ ഈ അടിമച്ചന്തയിലും ഇങ്ങനെ ടാഗ് ഇട്ടിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഓരോരുത്തർ വന്ന് ഇങ്ങനെ പിടിച്ച് നോക്കും, ഇവൻ കൊള്ളാം, ചില സൈസൊക്കെ ഉണ്ട്, ശരി, ഇതെത്ര? എഴുതിയിട്ടിട്ടുണ്ട്, ആ ശരി, കുറയില്ലേ, ശരി, തന്നേക്കാം. പൈസ കൊടുക്കുമ്പം ഇവനെ ആ മുതലാളി മേടിച്ചുകൊണ്ട് പോകും, അല്ലേ? ആ യജമാനൻ മേടിച്ചുകൊണ്ട് അവൻ്റെ വീട്ടിൽ കൊണ്ടുപോകും. അവൻ്റെ അടിമയാണ് ഇനിവൻ. കാരണം പൈസ കൊടുത്ത് മേടിച്ചു, ആര് പൈസ കൊടുത്ത് മേടിച്ചോ അയാളുടെ ആവും ഈ അടിമ. പക്ഷെ വീട്ടിൽ കൊണ്ടുപോയി ആദ്യത്തെ പരിപാടി എന്താണെന്നറിയാമോ? വീട്ടിലോട്ട് കൊണ്ടു എന്നുള്ള ആദ്യം ഒരു കാര്യപരിപാടിയുണ്ട്. എന്താണെന്നറിയാമോ? നീ വന്നേ, മുതലാളി പറയുമ്പോൾ എടുത്തോണ്ട് പോവാ. എന്താണ്? മറ്റേ ഗൺ ഒന്നുമല്ല കേട്ടോ, ഒരു കൂർത്ത ഒരു കമ്പി, മറ്റേ പപ്പട കമ്പി പോലത്തെ സാധനം, അത് കൊണ്ടുവരും. എന്നിട്ട് ഈ ചെവി ഇങ്ങോട്ട് പിടിച്ചിട്ട് ആ വാതിലിനോട് ചേർത്ത് അങ്ങോട്ട് വെച്ചിട്ട് ആ കമ്പി വെച്ച് ഒറ്റത്തോള. ഇപ്പം തന്നെ ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങളെപ്പോഴത്തേക്ക് അതിൻ്റെ വേദന അനുഭവിച്ചു കഴിഞ്ഞു, അല്ലേ? ഇത് വെച്ച് അങ്ങോട്ട് തുളച്ച് പക്ഷെ തുളച്ച് ഉടൻ തന്നെ എന്ത് ചെയ്യും? അത് പിന്നെ അടഞ്ഞു. ഉടനെ എന്തെങ്കിലും ഒന്ന് ഇടണം. പണ്ടൊക്കെ ഈർക്കൽ കയറ്റി ഇടുമായിരുന്നു, ഓർമ്മയുണ്ട്? ഓക്കെ. അപ്പം പെട്ടെന്ന് ഒരു റിങ് ഇട്ടു. ആ റിങ്ങിനകത്ത് ഒരു പേര് കൊത്തിയിട്ടുണ്ട്. ആരുടെയാണെന്നറിയാമോ? ഇതാരാണോ മേടിച്ചത് ആ യജമാനൻ്റെ പേര്. അതിൻ്റെ അർത്ഥം ഇവന് പേരില്ല, ആ യജമാനൻ്റെ പേരിൽ ഇനി ഇവൻ അറിയപ്പെടുത്തുള്ളൂ. നീ എൻ്റെ കാതുകളെ തുളച്ചിരിക്കുന്നു. ഇതുപോലെ നമ്മുടെ കാതുകളെ ഈ പറഞ്ഞ പോലെ നമ്മൾ തുളച്ചവരാണോ? നമ്മുടെ യജമാനോടുള്ള ആ ബന്ധം. ഇനി 7 വർഷം കഴിയുമ്പം ഇവന് വേണമെങ്കിൽ പോവാം, മാൻഡേറ്ററി. അവൻ ഈ പറഞ്ഞ പോലെ അവനൊരു ജാമ്യം കിട്ടുന്ന പോലെ അവന് വേണമെങ്കിൽ ഫ്രീ ആവാം. പക്ഷെ ഫ്രീ ആവുമ്പം
മിക്കവാറും അടിമകൾ എന്താ പറയുന്നതെന്ന് അറിയാമോ? അല്പം ഇമോഷണലായിട്ട് പറയും, ഈ തടി ഇവിടുത്തെ ചോറ, അതുകൊണ്ട് ഞാനിവിടെ വിട്ട് പോകുന്നില്ല, ഞാൻ അങ്ങേ വിട്ട് പോകുന്നില്ല, നിന്നെ വിട്ടിട്ട് അടിയങ്ങൾ എങ്ങ് പോയി വസിക്കുമെന്ന് പറഞ്ഞ പോലെ നമുക്കെങ്ങും ഇനി പോകാനില്ല. അതിൻ്റെ അർത്ഥം ഇവിടെ വീർപ്പ് മുട്ടിയല്ല ഞങ്ങളിവിടെ നിൽക്കുന്നത്, ഇതെൻ്റെ വീടാ, ഇവിടെ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ആ സ്വാതന്ത്ര്യം എന്താണെന്നറിയാമോ? ആ ഒരു കർത്താവിൻ്റെ കീഴിൽ ഒരു ശിഷ്യനായി ഇരിക്കുന്നതാണ് സ്വാതന്ത്ര്യം. അതുകൊണ്ടാണ് മത്തായി 11 അവസാന 2 വാക്യം, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന എല്ലാവരുമായുള്ളവർ ഇങ്ങോട്ട് വാ, ഞാൻ എന്ത് ചെയ്യാം, ആശ്വസിപ്പിക്കാം, ഐ വിൽ ഗിവ് യു റെസ്റ്റ്. പക്ഷെ എന്താണ് ഈ ടേക്ക് മൈ യോക്ക് ആൻഡ് ലേൺ ഓഫ് മീ, എൻ്റെ നുകം എടുത്ത് എന്നോട് പഠിപ്പീൻ. എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു, എൻ്റെ നുകം എന്ന് പറയുമ്പോഴേ ലോകത്തിലെ നുകം പോലല്ല, ഇറ്റ് ഈസ് വെരി ഈസി ആൻഡ് ലൈറ്റ്. നുകം മൃദുവും ചുമട് ലഘുവുമാണ്, അല്ലേ? അപ്പം ആ ക്രിസ്തുവിൻ്റെ നുകത്തിൻ്റെ കീഴിൽ വരണം. അപ്പം ക്രിസ്തുവിൻ്റെ നുകത്തിന് കീഴിൽ വന്നെങ്കിലേ സ്വാതന്ത്ര്യമുള്ളൂ. ഇന്ന് ലോകം മൊത്തം പറയുന്നത് പിന്നെയും ഈ നുകമോ? ഷടാ, നമ്മളൊക്കെ സ്വാതന്ത്ര്യമായിട്ടാണ് ജീവിക്കുന്നത്, നിങ്ങൾ പിന്നെ ഈ ക്രിസ്തുവിൻ്റെ നുകത്തിൻ്റെ കീഴിലേക്ക് എന്തിനാണ് കയറുന്നത്? ക്രിസ്തുവിൻ്റെ നുകം എന്ന് പറഞ്ഞാൽ അതാണ് സ്വാതന്ത്ര്യം. അതൊരു കോൺട്രാസ്റ്റ് ആണ്, അല്ലേ? വൺസ് യു സേ യോക്ക്, ഇറ്റ് ടോക്സ് അബൌട്ട് ബോണ്ടേജ്, ബട്ട് ക്രൈസ്റ്റ് യോക്ക് ഈസ് നോട്ട് ബോണ്ടേജ്, ദാറ്റ് ഈസ് ട്രൂ ഫ്രീഡം. എത്ര പേർ അതിന് രാമയും പറയും? ക്രിസ്തുവിൻ്റെ നുകത്തിൻ്റെ കീഴിൽ വന്നാൽ അതാണ് സ്വാതന്ത്ര്യം. അങ്ങനെയെങ്കിൽ ഇന്ന് ആ ക്രിസ്തുവിൻ്റെ നുകത്തിൻ്റെ കീഴിൽ വന്നവരാണോ നമ്മൾ? ആ നുകത്തിൻ്റെ കീഴിൽ വന്നവരാണെങ്കിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരാ. ഇനി ഈ ക്രിസ്തുവിൻ്റെ നുകത്തിൻ്റെ കീഴിലാണോ നിങ്ങൾ ഉള്ളതിനൊരു ചെറിയ ടെസ്റ്റ് ഉണ്ട്. ഞാനത് ഇത്രയും പറഞ്ഞ് നിർത്താം. നിങ്ങൾ ഈ ചുമലിലൊരു ഭാരം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ചുമലിൻ്റെ കീഴിലല്ല. ഇപ്പം മനസ്സിലായോ? ഇന്ന് ഒത്തിരി പേര് എൻ്റെ ബ്രദറേ, തളർന്നു, നമുക്ക് അയ്യോ. ഒരു കാര്യം മനസ്സിലായി, ക്രിസ്തുവിൻ്റെ നുകത്തിൻ്റെ കീഴിലല്ല. നിങ്ങളൊന്ന് ഈ പാരമ്പര്യത്തിൻ്റെ നുകം, അല്ലെങ്കിൽ വല്ല മനുഷ്യർ വെച്ച് തന്ന നുകം, അല്ലെങ്കിൽ വല്ല പാസ്റ്റർ വെച്ച് തന്ന നുകം, അല്ലെങ്കിൽ വല്ല പ്രവാചകം വെച്ച് തന്ന നുകം, അല്ലെങ്കിൽ നിങ്ങളുടെ സമുദായം വെച്ച് തന്ന, നിങ്ങളുടെ സംഘടന വെച്ച് തന്ന നുകം, ഇതിൻ്റെയൊക്കെ കീഴിലാണ് ഇരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ നുകത്തിൻ്റെ കീഴിൽ വന്നാൽ ഇറ്റ് ഈസ് ലൈറ്റ് ആൻഡ് ഈസി. അപ്പം നിങ്ങൾ വല്ലയിടത്തും കൊണ്ട് തലവെച്ച് കൊടുത്തിട്ട് നുകത്തിൻ്റെ കീഴിൽ കയറിയിട്ട് ഞങ്ങളെ കുറ്റം പറയരുത്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്തേക്കണം, ക്രിസ്തുവിൻ്റെ നുകത്തിൻ്റെ കീഴിൽ വന്ന് കയറിക്കൊള്ളുക. അങ്ങനെയെങ്കിൽ സ്വാതന്ത്ര്യമാണത് പ്രിയപ്പെട്ടവരെ. ആ സ്വാതന്ത്ര്യം ആ നുകത്തിന് കീഴിൽ വന്നെങ്കിലേ പറ്റത്തുള്ളൂ. പക്ഷേ ഇന്ന് ആ സ്വാതന്ത്ര്യം അത് അടിമത്വമാണെന്നാണ് ലോകം പറയുന്നത്. അല്ല, അതാണ് സാക്ഷാൽ സ്വാതന്ത്ര്യം. എൻ്റെ വാക്ക് ഞാൻ നിർത്തട്ടെ. നമ്മളെന്താ പറഞ്ഞത്? ചെവി അത് തുളയ്ക്കപ്പെട്ട ചെവിയായിരിക്കണം. എൻ്റെ അർത്ഥം പരിച്ഛേദന കഴിഞ്ഞ ചെവിയായിരിക്കണം. എബ്രായലേഖനത്തെയും 3-4 അധ്യായത്തിൽ അവിടെ 3 പ്രാവശ്യം ഒരു വാക്ക് എടുത്തെടുത്ത് റിപ്പീറ്റ് ചെയ്ത് ടുഡേ ടുഡേ. എന്താണ്? ഇന്ന് നീ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഇന്ന് ആണ് രക്ഷാ ദിവസം. അങ്ങനെയെങ്കിൽ ആ ടുഡേ എന്നുള്ള വാക്കിന് വളരെ വളരെ പ്രാധാന്യമുണ്ട്. അത് സങ്കീർത്തനത്തിലൊരു വാക്യമാണ് അവിടെ കോട്ട് ചെയ്യുന്നത്. ഇന്ന് ഈ 2024 സെപ്റ്റംബർ മാസം 1-ാം തീയതി, ഇന്ന് ടുഡേ നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഹൃദയത്തെ കഠിനപ്പെടുത്താതെ ആ ശബ്ദത്തിന് ചെവി കൊടുക്കണം. എങ്ങനെ? കേട്ടാൽ മാത്രം പോരാ, കേട്ട് ചതിക്കരുത്, കേട്ടനുസരിക്കുന്നവരായിത്തീരാം. അങ്ങനെയെങ്കിൽ നമ്മുടെ ചെവിക്കൊരു പരിച്ഛേദന കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.